നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപ് കുടുംബത്തോടൊപ്പം ആഘോഷത്തിലാണ്. അതിനിടെ കുറച്ചു ദിവസമായി കഠിനവ്രതത്തിലാണ് ദിലീപ് എന്ന് സൂചനയുണ്ട്. മാലയിട്ട് ദിലീപ് ശബരിമല ചവിട്ടുമെന്നാണ് സൂചന. മുമ്പ് ജയിലിൽ കിടന്നപ്പോഴും ദിലീപ് വ്രതമെടുത്തിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം അന്ന് ശബരിമലയിൽ പോവുകയും ചെയ്തു. കോടതി വിധി വന്നതോടെ നിരവധി നേർച്ചകൾ നടത്താനും ദിലീപ് തുടങ്ങിക്കഴിഞ്ഞു. അടുത്തയാഴ്ച ചെറുവള്ളി ദേവീക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ കോവിലിൽ പൂജ നടത്താനെത്തുമെന്ന് സൂചനയുണ്ട്. ധർമ്മരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ സദർ കോടതി ജഡ്ജിയായിരുന്ന തലവടി രാമവർമ്മപുരം ഗോവിന്ദപിള്ളയാണ് ജഡ്ജി അമ്മാവൻ. നീതി നടപ്പിലാക്കുന്നതിൽ കൃത്യത പുലർത്തിയിരുന്ന ഇദ്ദേഹം തന്റെ സഹോദരിയുടെ മകൻ പത്മനാഭപിള്ളയെ തെറ്റിദ്ധാരണയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. തനിക്ക് തെറ്റ് പറ്റിയെന്നും അനന്തരവൻ നിരപരാധിയാണെന്നും അറിഞ്ഞപ്പോൾ ഗോവിന്ദപിള്ള സ്വയം വധശിക്ഷ വിധിച്ച് മരണം സ്വീകരിച്ചു. ഇദ്ദേഹത്തിന്റെ ആത്മാവിനെയാണ് പിന്നീട് ചെറുവള്ളി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയത് എന്നാണ് വിശ്വാസം. ചെറുവള്ളി പയ്യമ്പള്ളി കുടുംബത്തിലെ പിൻതലമുറക്കാരനായിരുന്നു ഇദ്ദേഹം. കുടുംബദേവതയുടെ സന്നിധിയിലേക്ക് പ്രശ്നവിധി പ്രകാരമാണ് ജഡ്ജി അമ്മാവനെ പ്രതിഷ്ഠിച്ചത്. 2019 മാർച്ച് 8 രാത്രി ദിലീപും സഹോദരൻ അനൂപും ഇവിടെ കരിക്കഭിഷേകവും അടവഴിപാടും നടത്തിയിരുന്നു. കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ച ദിവസവും സഹോദരൻ അനൂപ് ജഡ്ജി അമ്മാവൻ കോവിലിൽ എത്തിയിരുന്നു. പിന്നീട് ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് ദിലീപും അനൂപും ചെറുവള്ളിയിലെത്തിയത്. ശ്രീശാന്ത്, ഷാലു മേനോൻ, സരിത എസ് നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ, ആർ ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ മുൻപ് ഇവിടെ പൂജ നടത്തിയവരാണ്. അണ്ണാ-DMK നേതാവ് ശശികല നടരാജൻ ജയിലിലായപ്പോൾ പാർട്ടി പ്രവർത്തകർ ചെറുവള്ളിയിൽ വഴിപാട് നടത്തിയിരുന്നു. ക്ഷേത്രത്തിലെ അത്താഴ പൂജകൾക്ക് ശേഷം രാത്രി 8:30-ക്കാണ് ജഡ്ജി അമ്മാവന്റെ കോവിൽ നട തുറക്കുക. വ്യവഹാരങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനായി ദിലീപ് 2 വട്ടം വന്ന് പ്രാർത്ഥിച്ച ചെറുവള്ളി ക്ഷേത്രവും ജഡ്ജി അമ്മാവനും നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നതോടെ ശ്രദ്ധാകേന്ദ്രമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമായ ചെറുവള്ളി ദേവീക്ഷേത്രത്തിലെ ഉപദേവാലയമാണ് ജഡ്ജി അമ്മാവൻ കോവിൽ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ദിലീപ് റിമാൻഡിലായപ്പോൾ 2017-ലാണ് സഹോദരൻ അനൂപ് ഇവിടെ വന്നത്. പിന്നീട് 2019-ൽ ദിലീപും 2022-ലും ദിലീപ് പിന്നീട് ഇവിടെ പോയിരുന്നു. സാധാരണക്കാർ മുതൽ സിനിമ, സീരിയൽ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുൾപ്പെടെ ദിവസവും നിരവധി പേർ ഇവിടെ ദർശനത്തിനെത്താറുണ്ട്. ചലച്ചിത്ര താരങ്ങളായ സിദ്ദിഖ്, ഭാമ, വിശാൽ തുടങ്ങിയവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് കോഴ വിവാദവും കേസും വന്നപ്പോൾ ഇന്ത്യൻ താരം ശ്രീശാന്തും വഴിപാട് നടത്താനെത്തിയിരുന്നു.